സ്കൂളില്ലാത്ത ദിവസേ കുട്ടികൾ മാത്രമല്ല അമ്മമാരും ഭയങ്കര മടിച്ചുകളായിരിക്കും കേട്ടോ. അങ്ങനത്തെ ഒരു ദിവസമായിരുന്നു ഇന്ന്. സമാധാനത്തിൽ എഴുന്നേറ്റ് അടുക്കളയിൽ കയറിയിട്ട് സിമ്പിളായിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി കഴിച്ചു. അപ്പോൾ ഭയങ്കര ടേസ്റ്റി ആയിട്ടും ഭയങ്കര ഒരു ഹാപ്പി ആയിട്ട് ഫീൽ ചെയ്തു കേട്ടോ. അപ്പോൾ നിങ്ങളായിട്ട് കൂടെ ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചേ. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഗാർലിക് ബട്ടർ ബ്രെഡാണ് കേട്ടോ. ഭയങ്കര സിമ്പിളാണ്, ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ ഇതിന് വേണ്ടത് പേരിലുള്ള പോലെ തന്നെ കുറച്ച് ബ്രെഡ് വേണം, പിന്നെ കുറച്ച് ബട്ടർ വേണം, കുറച്ച് കുനുകുനാന്നരിഞ്ഞിട്ടുള്ള വെളുത്തുള്ളി അതായത് ഗാർലിക് വേണം, മല്ലിയില, ഉപ്പ്, കുരുമുളക്, ചില്ലി ഫ്ലേക്സ് ഉണ്ടെങ്കിൽ അതിടാം. പിന്നെ എൻ്റെ കയ്യിൽ കുറച്ച് കസൂരി മേത്തി ഉള്ളതുകൊണ്ട് വളരെ കുറച്ച് മാത്രം ഒന്ന് ക്രഷ് ചെയ്തിട്ടിട്ടുണ്ട്. കുറച്ച് അധികം ആയിട്ടുണ്ടെങ്കിൽ ഇത് കഴിക്കും, വളരെ കുറച്ചിടാൻ പാടുള്ളൂ. എന്നിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യുക. ആ സമയം ഞാൻ കാപ്പി ഉണ്ടാക്കാൻ വേണ്ടി കുറച്ച് പാലും കൂടെ തിളപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് പരിപാടി തുടങ്ങുകയല്ലേ. ആദ്യം പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്, കുറച്ച് ബട്ടറും കൂടെ തടവി വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് നമ്മളുടെ ബ്രെഡ് എടുത്തിട്ട് രണ്ട് സൈഡും നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഈ ബട്ടർ ഗാർലിക്കിൻ്റെയൊക്കെ മിശ്രിതത്തിന് തേച്ച് കൊടുക്കുക. എന്നിട്ട് വെച്ചിട്ട് ആവശ്യത്തിന് വെച്ചിട്ട് തിരിച്ചു മറിച്ച് ഇട്ടിട്ട് ഒന്ന് കുറച്ച് കരിയാൻ പാടില്ല. ഒന്നിങ്ങനെ മുരിഞ്ഞു വരുമ്പോൾ ഈ കസൂരി മേത്തിയും മല്ലിയിലയും പ്രത്യേകിച്ച് നമ്മളുടെ ഈ ഗാർലിക് ഉണ്ടല്ലോ, കുരുമുളകൊക്കെ ഇങ്ങനെ മുരിഞ്ഞു വരുമ്പോൾ ഭയങ്കര മണമായിരിക്കും കേട്ടോ. നമുക്ക് അപ്പം തന്നെ തിന്നാൻ തോന്നും. ഭയങ്കര ടേസ്റ്റാണ്. നമ്മൾ സാധാരണ കുട്ടികൾക്ക് ബ്രെഡ് ഓംലെറ്റോ അല്ലെങ്കിൽ ടോസ്റ്റ് ചെയ്തിട്ടൊക്കെ ഉണ്ടാക്കി കൊടുക്കുക. ഇങ്ങനെയും കൂടെ ഉണ്ടാക്കി കൊടുത്ത് നോക്കുക, നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അതിൻ്റെ കൂടെ 2 മുട്ടയും കൂടെ പുഴുങ്ങിയിട്ട് ഒരു കാപ്പിയും കൂടെ വെച്ച് കുടിച്ചാലുണ്ടല്ലോ, നമ്മൾ എന്തിനാലേ കുറേ പത്തിരി, ഇടിയപ്പം, നൂലുപുട്ട്, പിന്നെന്താണ് ചപ്പാത്തി ഒക്കെ ഉണ്ടാക്കി സമയം കളയുന്നതിനെക്കാട്ടി ഇതൊക്കെ ഉണ്ടാക്കിയാൽ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് കമൻറ്റ് ചെയ്യണം.